CMRL കമ്പനിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ വഴിവിട്ട ഇടപാടുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്ക് ചുറ്റിപ്പറ്റി നടന്ന ആരോപണത്തിന്റെ മുന മുഖ്യമന്ത്രിയിലേക്ക് നേരെ തിരിയുന്ന കാഴ്ചയാണ് ഇന്ന് മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ഒരു സ്വകാര്യ മുതലാളിക്ക് വേണ്ടി എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത് എന്നാണ് ഇതോടെ വ്യക്തമാകുന്ന കാര്യം. ഇന്ന് 55 മിനിറ്റോളം നീളുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും എന്തിനാണ് CMRL പണം നൽകിയതെന്ന് വ്യക്തമായി വിശദീകരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ. CMRL എന്ന കമ്പനിക്ക് വേണ്ടി വ്യവസായ നയം തന്നെ മാറ്റം വരുത്തിയെന്ന ആരോപണമാണ് പിണറായിക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ കൈകൾ അഴിമതിക്കറയാവുന്നത് എങ്ങനെയാണെന്നും മാത്യു കുഴൽനാടൻ വിശദമായി ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുന്നതാണ് മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനം. കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിർത്താൻ 2004 മുതൽ വിവിധ സർക്കാരുകൾ സ്വീകരിച്ച നയം അട്ടിമറിക്കാൻ ശ്രമിച്ചത് പിണറായി സർക്കാരാണെന്ന ഗുരുതര ആരോപണമാണ് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ഇത് എങ്ങനെയാണ് നടന്നതെന്നും അദ്ദേഹം വിശദമാക്കി. മാസപ്പടി കേസിൽ പ്രധാന പ്രതി മുഖ്യമന്ത്രിയാണ്. CMRLന് കരിമണൽ ഖനന അനുമതി ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു. പ്രതിഫലമായി 2016 മുതൽ 3 വർഷം മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ വന്നതായും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഖനന നയം മാറ്റാൻ സർക്കാർ സ്വീകരിച്ച നടപടികളുടെ രേഖയും മാത്യു വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. CMRLന് ഖനനത്തിനായി കരാർ നൽകിയ ഭൂമി വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുക്കാമായിരുന്നുവെന്നും ആ അവസരം ഉപയോഗിക്കാതെ കരാർ നൽകാനാകുമോ എന്നാണ് മുഖ്യമന്ത്രി പരിശോധിച്ചതെന്നും മാത്യു പറഞ്ഞു. ഖനനം സംബന്ധിച്ച CMRL ഫയൽ മാത്രം വെളിച്ചത്ത് വരുത്തി പരിശോധിച്ചതിലെ താൽപര്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം. കമ്പനിക്ക് വേണ്ടി അനുകൂല നിലപാട് സ്വീകരിച്ചതിന്റെ പ്രതിഫലമായാണ് മകൾക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ ലഭിച്ചത്. വ്യവസായ വകുപ്പിന് കീഴിലെ ഉദ്യോഗസ്ഥർ എടുത്ത ശരിയായ തീരുമാനത്തെ മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ടത്. ഖനനത്തിന് സ്വകാര്യ കമ്പനികൾ വേണ്ടെന്ന് 2019 കേന്ദ്രം ഉത്തരവ് ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ CMRLന് ഭൂമി നൽകുമായിരുന്നു. ഖനനത്തിനായി ഭൂമി വിട്ടുകൊടുക്കാനായി 2016 മുതൽ CMRL മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകി. ഇത്രയും ചെയ്തിട്ട് CMRLൽ രേഖയിലുള്ള PV പിണറായി വിജയനല്ലെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. 2003 മുതൽ 2004 വരെ കരിമണൽ ഖനനത്തിനുള്ള 4 കരാർ CMRLന് ലഭിച്ചിരുന്നു. 1000 കോടിക്ക് മുകളിലുള്ള ഇടപാടാണ് നടന്നത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ കരാർ നടപടികൾ സർക്കാർ സ്റ്റേ ചെയ്തു. കരാർ തിരിച്ചുപിടിക്കാൻ CMRL ശ്രമിച്ചെങ്കിലും ആന്റണി VS സർക്കാരുകൾ കരാർ നൽകിയില്ല. കരിമണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം മതിയെന്ന നിലപാട് VS സർക്കാർ എടുത്തു. കേസ് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി ഉത്തരവിലൂടെ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാനുള്ള നിയമപരമായ അവസരവും ലഭിച്ചു. ഭൂമി ഏറ്റെടുത്ത് വിജ്ഞാപനമിറക്കാൻ കഴിയുമായിരുന്നു. ഇതിന്റെ നടപടികൾ നടക്കുമ്പോൾ പിണറായി സർക്കാർ അധികാരത്തിലെത്തി. 2016 മുതൽ മകൾ വീണയ്ക്ക് മാസപ്പടിയും ലഭിച്ചു തുടങ്ങി. പിന്നാലെ ഖനന അനുമതി ലഭിക്കാൻ CMRL അപേക്ഷ നൽകി. കരിമണൽ ഖനനം പൊതുമേഖലയിൽ തന്നെ നിലനിർത്തും എന്നായിരുന്നു 2018 വ്യവസായ നയത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന സുപ്രീം കോടതി ഉത്തരവ് പാലിക്കപ്പെടുമെന്ന് നയത്തിന്റെ മലയാളം കോപ്പിയിൽ പറയുന്നുണ്ട്. ഇത് CMRLന് വേണ്ടിയായിരുന്നു. അപ്പോഴെല്ലാം 8 ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം വന്നിരുന്നു. കാര്യങ്ങൾ അനുകൂലമാക്കാനായിരുന്നു CMRL വീണയ്ക്ക് പണം നൽകിയിരുന്നത്. ഇതിനിടെ എല്ലാ സ്വകാര്യ ഖനന അനുമതികളും റദ്ദാക്കാൻ 2019 കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 2004 CMRLന് കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിംഗ് വിഭാഗം നടപടിയുമായി മുന്നോട്ട് പോയി. ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടപടി നടക്കുമ്പോഴാണ് CMRL മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം. പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു. ഖനന കരാർ റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ CMRLന് അനുകൂലമായി തീരുമാനം ഉണ്ടാകുമായിരുന്നു. എക്സാലോജിക് വിഷയത്തിൽ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള നീക്കം സ്പീക്കർ തടഞ്ഞത് അംഗത്തിന്റെ അവകാശം നിഷേധിക്കലാണ്. ജനാധിപത്യം കശാപ്പ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് പരിച തീർക്കുന്നതിന് സ്പീക്കർ നിലവിട്ട് പെരുമാറി. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള പ്രയാസം ഒഴിവാക്കാനാണ് സ്പീക്കർ
വിഷയം ഉന്നയിക്കാൻ അനുവാദം നൽകാത്തത്. എഴുതി കൊടുക്കാതെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് സ്പീക്കർ തടഞ്ഞിട്ടുണ്ട്. എഴുതി കൊടുത്ത അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് ഇതുവരെ തടസ്സമുണ്ടായിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിഷയമെത്തിയപ്പോൾ തന്നെ ഭരണപക്ഷത്ത് ആശങ്ക പ്രകടമായിരുന്നു. മാത്യു കുഴൽനാടൻ സംസാരിക്കുന്ന സമയമെത്തിയപ്പോൾ ധൃതി പിടിച്ച് സ്പീക്കർ സഭയിലെത്തുകയായിരുന്നു. ചെയറിലുണ്ടായിരുന്ന എൻ ശംസുദ്ദീനെ മാറ്റി സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അനുമതി ചോദിച്ചപ്പോൾ ഒന്നും പറയാതിരുന്ന സ്പീക്കർ ഇപ്പോൾ ഇങ്ങനെ നടപടിയെടുത്തിരിക്കുന്നത് ശരിയല്ലെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. സഭയുടെ അന്തസ്സിന് ഹാനികരമായതും പൊതു താൽപര്യത്തിന് അനുകൂലമല്ലാത്തതുമായ ആരോപണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ചട്ടം 285 പ്രകാരം എഴുതി നൽകിയ ആരോപണം ഉന്നയിക്കുന്നത് നിഷേധിക്കാമെന്ന് സ്പീക്കർ എൻ ശംസീർ ചൂണ്ടിക്കാട്ടി. മാത്യു കുഴൽനാടനെ പ്രസംഗിക്കാൻ അനുവദിച്ച 8 മിനിറ്റിൽ 5 മിനിറ്റ് മാത്രമാണ് ഇന്നലെ നൽകിയത്. ഇതിൽ നിന്നെല്ലാം മാത്യുവിനെ ഭരണപക്ഷം എത്ര കണ്ട് ഭയക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്.